നടി നിഷ സാരംഗിന്റെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഉപ്പുമുളകിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമാണ് നിഷ സാരംഗ്. ഇപ്പോഴിതാ നിഷയുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈയിടെ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിഷ തന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് പറഞ്ഞിരുന്നു. തനിക്ക് ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിഷ സംസാരിച്ചിരുന്നു. എന്നാൽ തുടർന്ന് ഈയിടെ ഒരു പൊതുപരിപാടിയിൽ നിഷ എത്തിയത് നെറ്റിയിൽ കുങ്കുമം ചാർത്തിക്കൊണ്ടായിരുന്നു. ഇതാണ് പ്രേക്ഷകരെ പല രീതിയിൽ സംശയങ്ങൾക്ക് വഴിതെളിച്ചത്. എന്നാൽ ഇപ്പോഴിതാ പുറത്തുവരുന്ന വാർത്ത നിഷ വിവാഹിതയായി എന്ന തരത്തിലാണ്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. നിഷയുടെ വാക്കുകളിലേക്ക്. പോകുന്നില്ല. അപ്പൊ നമ്മള് ഒരു അഭിനയിക്കാൻ പ്രോപ്പർ ആക്ടിങ്. ആ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് MK അർജുന മാഷ്. അപ്പോൾ മാഷ് അച്ഛനും കൂടെ ഇടയ്ക്കൊക്കെ കാണലുണ്ട്. മാഷിൻ്റെ വീട്ടിൽ അച്ഛൻ പോകും, അച്ഛൻ അല്ലെങ്കിൽ മാഷ് നമ്മളെ വീട്ടിൽ വരും ഇടയ്ക്കൊക്കെ. മിക്ക ദിവസങ്ങളിലും വരുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ മാഷ്ക്ക് ചായയൊക്കെ കൊണ്ട് കൊടുക്കുക. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ എന്നോട് ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിരലിലേക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇവള് കലാകാരിയായി തീരാൻ സാധ്യതയുണ്ട് കേട്ടോ എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഡാൻസൊക്കെ ചെയ്യും, ക്ലാസിക്കലൊക്കെ ചെയ്യലുണ്ടല്ലോ, ക്ലാസിക്കൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതല്ല, ഇവള് അഭിനയിക്കും, ഇവള് ഒരുപാട് വലിയ നടിയായി തീരും എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ എന്നെ നോക്കി. ഞാനതൊന്നും വലിയ കാര്യം ഇട്ടെടുത്തിട്ടില്ല, കാരണം നമ്മള് എനിക്കൊരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞു സിനിമയിലൊക്കെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പുള്ളിയുടെ തന്നെ ഒരു ശിഷ്യൻ എന്നൊരു ഇങ്ങനെ വന്ന് പറഞ്ഞു, മാഷ് പറഞ്ഞിട്ടാണ് എന്നും പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. അപ്പം അച്ഛനത് കാര്യമായിട്ട് എടുത്തില്ല, നാടകത്തിൽ അഭിനയിക്കുക. പിന്നെ അങ്ങനെ മാഷ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അവൾ പോട്ടെ, അവൾ അഭിനയിക്കട്ടെ, നല്ല കാര്യമല്ലേ, പിന്നെ അവൾ ക്ലാസിക്കലൊക്കെ പഠിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ പാടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിർബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് പോകണ്ടെന്നും അച്ഛൻ വീടില്ലാന്ന്, എനിക്ക് പോകണ്ടെന്നും അച്ഛൻ വീടില്ലാന്ന്. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഇല്ല? എനിക്ക് പേടി. അയ്യോ, ഞാൻ ഒരു 2 പേരെ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്, എനിക്ക് പേടിയാണ് മുട്ട് പറിക്കും സംസാരിക്കാൻ. അപ്പം ഞാനെങ്ങനെ സ്റ്റേജിൽ കയറുന്ന ഡയലോഗൊക്കെ പറയണേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യത്തിന് വേണ്ടി നമ്മൾ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു അമേച്ചർ നാടകത്തിൽ ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിച്ചു. അങ്ങനെ അതും പ്രത്യേക റിഹേഴ്സലൊന്നും ഇല്ല, പ്രത്യേകിച്ച് വലിയ റിഹേഴ്സലൊന്നും ഇല്ല, പോയി ആ ബുക്കൊക്കെ പഠിച്ചിട്ട് പോയി ചെയ്തു. അപ്പോഴാണ് ഈ ബെന്നിച്ചേട്ടൻ വിളിക്കണം. അപ്പോൾ നമുക്ക് ഡയലോഗ് ഇങ്ങനെ പറയണം, ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡയലോഗിൻ്റെ ഒരു മോഡുലേഷൻ ഉണ്ട്, താളമുണ്ട് ഡയലോഗിന്, നാടകത്തിന് പ്രത്യേകിച്ചും. അപ്പോൾ ആ താളം എങ്ങനെ, അപ്പോൾ അങ്ങനെയെല്ലാം എനിക്ക് പറഞ്ഞു തന്നതും നിൽക്കേണ്ടത് എങ്ങനെ സ്റ്റേജിൽ, നമ്മളങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ബേസിക് സംഭവങ്ങളെല്ലാം പഠിപ്പിച്ചത് പുള്ളിയാണ്. ഡയലോഗ് എങ്ങനെ പറയണം എന്ന് എനിക്കെന്ന് വെച്ചാൽ പേടിയുള്ള ഒരാളായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അപ്പോൾ അവാർഡ് മേടിച്ചപ്പോൾ ഞാനത് വെനിച്ചേട്ട ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഗുരു. അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഏതൊരു സിനിമയിലേക്കൊക്കെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നീ നാളെ വലിയ നടിയൊക്കെ ആയി തീരും, സിനിമയിലൊക്കെ അഭിനയിക്കുമല്ലേ അപ്പോൾ നാടകം കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു അറിയില്ല വെനിച്ചേട്ടാ, വലിയ നടിയൊക്കെ ആയി കഴിയുമ്പോൾ ഞാനാണ് ഗുരു എന്നൊന്നും പറഞ്ഞേക്കരുത്, ഗുരു എന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ ചോദിച്ചാൽ അതെന്താ, നീ അഭിനയിച്ച് കുളമാക്കിയിട്ട് ഞാൻ ആ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൊക്കെയാണ് എനിക്ക്. അപ്പോൾ നീ അങ്ങനെ പറയണമെങ്കിൽ വല്ല സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി വലിയ നടിയൊക്കെ ആയി കഴിയുമ്പോൾ പറഞ്ഞോ. അപ്പോൾ എനിക്ക് ചിരി വന്നായി, കാരണം എന്തായാലും എനിക്ക് സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പ് അന്ന് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിരിച്ചു, ശരി പറയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ നാടകം അഭിനയിച്ചു, അത് കഴിഞ്ഞ്. പക്ഷെ ബെന്നിച്ചേട്ടൻ അന്നും പറഞ്ഞു കേട്ടോ, നീ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ അല്ല, നിന്നെ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ അധികം നിൽക്കില്ല, കാരണം വെച്ചാൽ നീ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ അല്ല അഭിനയിക്കുന്നത്, നീ വളരെ സാധാരണ വീട്ടിലൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നാടകവും ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് തിരുത്തല്ല, അങ്ങനെയും പോട്ടെ നാടകം. ആ നാടകം അങ്ങനെയാണ് ഞാൻ അഭിനയിച്ചത്. നാടകത്തിൽ ഡയലോഗ് പറയുന്ന പോലെയേ അല്ല, നമ്മൾ വീട്ടിലൊക്കെ പറയുന്ന പോലെയാണ് അഭിനയിച്ചത്. പുള്ളി പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, അത് മാറ്റാൻ ഞാൻ ശ്രമിക്കില്ലേ, മാറ്റാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റണില്ല, മനസ്സിലായി. അപ്പൊ പുള്ളി അങ്ങനെ തന്നെ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇത് നല്ലൊരു ഗുണം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ, അങ്ങനെ തന്നെ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഈ അവാർഡ് മേടിച്ചപ്പോ ഞാൻ എൻ്റെ ഗുരുനാഥനാണ്, അപ്പൊ ഈ സംഭവം ഞാൻ പറഞ്ഞു സ്റ്റേജിൽ, അവാർഡ് മേടിച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ എൻ്റെ അത് ബെന്നിച്ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യണു അവാർഡൊന്നും പറഞ്ഞു, ഈ ഹാസ്യ നടിക്കുള്ള അവാർഡൊക്കെ കിട്ടി. അപ്പൊ ബെന്നിച്ചേട്ടൻ അത് കഴിഞ്ഞപ്പോ ബെന്നിച്ചേട്ടനും പ്രതീക്ഷിച്ചില്ല, ഞാനും പ്രതീക്ഷിക്കണില്ലല്ലോ, അങ്ങനെ ബെന്നിച്ചേട്ടൻ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ അവിടെ ഉണ്ടാവുമെന്ന്
ബെന്നിച്ചേട്ടൻ അറിയാം, കാരണം വെച്ചാൽ അവാർഡ് അവരിങ്ങനെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെന്നിച്ചേട്ടനോട് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞ ബെന്നിച്ചേട്ടന് വിഷമമായോ ഇങ്ങനെ പറഞ്ഞു. ഏയ് നിന്നെ ഞാൻ അധികം പഠിപ്പിക്കിട്ടൊന്നും വന്നില്ല അന്ന്, അതുകൊണ്ട് എനിക്കും എളുപ്പമായിരുന്നു, പക്ഷെ നീ അത് പറഞ്ഞതപ്പോൾ ഞാനും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ സന്തോഷം. ഇത് അന്നയോട് പറഞ്ഞോ? അന്നയ്ക്കും അറിയാം, അച്ഛനാണ് ഗുരു. അന്നയ്ക്കും അറിയാം, ബെന്നിച്ചേട്ടൻ്റെ വൈഫിനും ഒക്കെ അറിയാം. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവാറുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ, അതുകൊണ്ട് ഇവരുടെ വീട്ടിലൊക്കെ അന്നും പോയിട്ടുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ അന്ന കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് കുട്ടിയാണ് ഞാൻ ചെല്ലുമ്പോൾ, അതുകൊണ്ട് അന്ന് തൊട്ടേ അറിയാം, അവരുടെ വീട്ടിലെല്ലാവരെയും അറിയാം, ബെന്നിച്ചേട്ടൻ്റെ അമ്മയും പെങ്ങളെയും വൈഫിനെയും കുട്ടികളെയും ഒക്കെ അറിയാം, നേരത്തെ അറിയാന്ന്. നേരത്തെ അറിയാം. അപ്പൊ അന്നയോട് ഈ നമ്മൾ ഇത് ചെയ്യുമ്പോ കപ്പേള ചെയ്യുമ്പോ അതുകൊണ്ട് അന്നയെ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രതീതി ശരിക്കും മോളോട് എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന്റെ സമയത്ത്? ഏത് കപ്പേളയുടെ സമയത്ത്? പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമ്മൾ ഏതാണ് കപ്പലയുടെ ലൊക്കേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു പ്രകാശം പറക്കട്ടെ ലൊക്കേഷൻ. അതെ, രണ്ടും അടുത്തടുത്ത് തന്നെയായിരുന്നു, രണ്ടും ഒരേ ആണോ? സെയിം ടൈം ആയിരുന്നോ? സെയിം ടൈം അല്ല, സെയിം ലൊക്കേഷൻ ആയിരുന്നു. എവിടെയായിരുന്നു അത്? എന്താണ് സ്ഥലത്തിന്റെ മറ്റേ മുക്കം എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടുന്ന് കുറെ ഹൈ റേഞ്ചിലേക്ക് പോകണം, പേര് ഞാൻ ഇപ്പൊ ഓർമ്മയില്ല. നല്ല ഓർമ്മക്കുറവുള്ള കൂട്ടത്തിലാണ്. നല്ല ഓർമ്മക്കുറവെന്ന് കൊച്ചെ ഈ ഒരു കുടുംബത്തിന്റെ മൊത്തം ഭാരെടുത്ത് തലവെക്ക്, അപ്പൊ മനസ്സിലാവും. ഓർമ്മയിൽ തന്നെ ഇരുന്നിട്ട് അപ്പൊ മനസ്സിലാവും, ഓർമ്മയൊക്കെ പോകുന്നത്. അർജുൻ അശോകൻ, അർജുനെയും എനിക്കറിയാം, അവരെ വീട്ടിൽ മറ്റേ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്, അപ്പൊ കണ്ടിട്ടുണ്ട്, അങ്ങനെ പരിചയം. എന്തിനു പോയതാ ഇതുപോലെ? അല്ല നമ്മളൊരു ഷോയുടെ കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ സംസാരിക്കാനൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ 1-2 സ്ഥലത്ത് എവിടെ വെച്ചൊക്കെ ഇതേപോലെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ കേട്ടോ, എന്തൊരു സിമ്പിളാ കൊച്ച്, ഭയങ്കര സിമ്പിളായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു എന്നുവെച്ചാൽ അർജുൻ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണല്ലോ ഇപ്പോൾ, അപ്പോൾ ആ ഒരു മറ്റേ ഇത്ര വലിയൊരു സ്റ്റാർ ആണ് എന്നുള്ള ഒരു ഇതൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടാണ് അവിടെ ഇവിടെയൊക്കെ കയറി ഇരിക്കണതാണ്. ചേച്ചി ചെയ്യുന്ന കുഞ്ഞു വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഇവിടെ ഇരിക്കായിരുന്നോ, അങ്ങനെ ഭയങ്കര പാവം കൊച്ചിന്. ഇതിലിപ്പോ ജഗദീഷ് ചേട്ടന്റെ വൈഫല്ലേ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ജഗദീഷ് ചേട്ടന്റെ വൈഫായിട്ട് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്, ഫ്ലാഷില് ജഗദീഷ് ചേട്ടന്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിനയിച്ചു. ഫ്ലാഷ് പാർവതിയുടെ സിനിമയല്ലേ? പാർവതി, ലാലേട്ടനൊക്കെ ഉള്ള സിനിമ. ഓ അതിന്റെ അകത്ത് അല്ലേ? ഓക്കെ, ശരി. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? ഇതിലെന്തെങ്കിലും ഒരു മെമ്മറി ചോദിച്ചാ? ഓർമ്മയില്ല എന്ന് പറയരുത്. ഓർമ്മയില്ലാന്നല്ല, അങ്ങനെ പ്രത്യേകിച്ച് മെമ്മറി ഒന്നും ഇല്ല വെച്ചേ. അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഞാനിപ്പോ എവിടെയെങ്കിലും പോയിരിക്കുന്നു, ആ ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ പോയി അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. കംപ്ലീറ്റ്ലി വർക്കാണ് അത് അല്ലെ? ഓക്കെ, ശരി. ഇനി ഉപ്പുമുളകും എന്ന് കേൾക്കുമ്പോൾ, ഫൈനലി നീലു ചേച്ചി എന്നുള്ള നിശ്ചയിച്ചിട്ട് എല്ലാവരും വിളിക്കുന്നത്, ഉപ്പുമുളക് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുവാണെങ്കിൽ ഒരൊറ്റ കാര്യം, ഒരൊറ്റ എന്തെങ്കിലും ഒരു രസമുള്ളൊരു ഇൻസിഡന്റോ, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ നിങ്ങൾ മൊത്തം ഫാമിലി പോലെ തന്നെയാണല്ലോ എല്ലാവരും, ഉണ്ടായ എന്തെങ്കിലും ഒരു ബിഹൈൻഡ് ദ സീൻ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ ഓർത്ത് വെച്ചായിരുന്നു. പിന്നല്ലേ പെട്ടെന്ന് വന്നിട്ട് ഒരു ഇത്രയും നേരം അവിടെ നിന്ന് തലപുകഞ്ഞ് അഭിനയിച്ചിട്ട് എനിക്ക് മനസ്സിലായി. അവിടെ ഈ ഉപ്പുമുളക് ലൊക്കേഷനിൽ ഒന്ന് വന്ന് നോക്കുക, നമ്മളിങ്ങനെ ഡയലോഗ് അടിക്കുന്നു, ഡയലോഗ് അടിക്കണു, സീൻ ചെയ്യണു, ഡയലോഗ് അടിക്കണു, ഒരു സെക്കൻഡ് നമ്മളവിടെ വെറുതെ ഏതെങ്കിലും ഒരു സീനിൽ ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്കൊന്ന് വെറുതെ ഇരിക്കില്ല. അപ്പൊ അവിടെ നിന്ന് വേറെ വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ല മൊത്തം അവിടെ കിടക്കാണ്. കേറുമ്പോ ലൊക്കേഷനിലോട്ട് കേറുമ്പോ നേരെ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ മൊബൈൽ സൈലന്റ് ആക്കും. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറുമ്പോഴായിരിക്കും മൊബൈല് സൈലന്റ് മാറ്റണേ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ മൂഡ് പോകാണ്ടിരിക്കുക, മീൻസ് നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ബാധിക്കരുത്. കാരണം നമുക്ക് അവിടെ നിന്നത് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര കോൺസെൻട്രേഷൻ വേണം. അപ്പൊ അതും കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് അവിടെ അങ്ങനെ നീലിമേന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ് ഈശയായിട്ട്. പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോ ഒരുപാട് സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം വിജയുടെ ഒരു ദിവസം സീനില് വലിയ വെയിറ്റില് ഞാനതോ ഓഫീസിൽ ഏതോ മീറ്റിങ്ങിൽ പോയിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞങ്ങൾ സീൻ ചെയ്യും. അപ്പോൾ ഞാൻ വൈകി വന്നതിന് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാണ്, നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല. അപ്പോൾ ആരോ ഫോൺ എടുത്തിട്ട് പറയാണേ നിഷാ മാഡം അവിടെ ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു എന്തോ ഏത് മാഡം? ഞാൻ ഫോൺ എടുത്തിട്ട് നീ ആരോ ഫോൺ എടുത്തിട്ട് പറയണേ നിഷാ മാഡം അവിടെ ഇല്ല, മീറ്റിങ്ങിനാണ്. നീ ആര്? നിഷാ മാഡം ഫോൺ എടുത്തെങ്കിൽ ഞാൻ തോന്നും. അപ്പൊ എന്ന് വെച്ചാൽ മീൻസ് പുള്ളി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോ ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, അങ്ങനെ കുറെ വെറ്ററൻ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മള്
ശരിക്കും ഇന്ന ആളുടെ കൂടെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാം നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ആരോടാണെങ്കിലും അഭിനയിക്കാം. എനിക്ക് സിനിമ ഒന്നാമത് പറ്റുന്നിടത്തോളം ജോലി ചെയ്യാൻ പറ്റിയാൽ മതി. എനിക്ക് വർക്ക് ഉണ്ടാവണം, കാശ് കിട്ടണം, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും വലിയ ആൾക്കാരാണ്, സത്യം, എല്ലാവരും വലിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഇന്ന ആളുടെ കൂടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ ചെയ്യാൻ നന്നായി ശ്രമിക്കുക. നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആൾ ആരായാലും എന്താ അഭിനയിക്കുക. എല്ലാവരും വലിയ ആൾക്കാർ തന്നെയാണ്, മനസ്സിലായി. കിട്ടുന്ന ക്യാരക്ടർ പോലെയാണ് അവർ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഗുണങ്ങളുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്. അപ്പൊ ആരെയും കുറച്ചും കാണാൻ പറ്റില്ല, ആരെയും കൂട്ടിയും കാണാൻ പറ്റില്ല. ലൈഫിൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു സ്വപ്നം, ഒരു റീസെന്റ് സ്വപ്നം എന്താ? ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുന്ന എന്റെ കരിയറിലാണോ? കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ വൈസ് ആണെങ്കിലും. പേഴ്സണൽ വൈസ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോ നമ്മുടെ കുട്ടികൾക്ക് നല്ല ജോലി വേണം, അല്ലെങ്കിൽ അവര് ഭയങ്കര വെൽ സെറ്റിൽഡ് ആവണം. കരിയർ വൈസ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിൽ കരിയർ വൈസ് എനിക്ക് ഇപ്പൊ ആക്ടിങ് വൈസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ. ഇപ്പോൾ എഴുത്തോലയിൽ ചെയ്തതുപോലത്തെ ഒരു എഴുത്തോല എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ശരിക്കും ഇതൊരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ ഒരു അമ്മ, ഒരു ടിപ്പിക്കൽ അമ്മ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പം എല്ലാം ചെയ്തു പോണത്. അമ്മ തന്നെ ആയാലും പ്രശ്നമില്ല, അമ്മയാണല്ലോ ഞാൻ, എന്തായാലും അമ്മ പോലത്തെ ക്യാരക്ടറിലേ കിട്ടുള്ളൂ. അപ്പോൾ എന്നിൽ നിന്ന്, ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന്, നിഷ എന്നുള്ള അമ്മയിൽ നിന്നും നിഷ എന്നുള്ള വ്യക്തിയിൽ നിന്നും വിട്ടിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റണം. എന്താ ആ ക്യാരക്ടറിൽ ഇപ്പോൾ തണ്ണീർമത്തനിലെ അമ്മ തന്നെയാണ്, പക്ഷെ ആ അമ്മയിൽ ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ അതൊരു വിട്ട് ഒരു വേറെ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, നമ്മൾ വിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊരു ക്യാരക്ടർ ഇട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്ത് കൈൻഡ് ഓഫ് ആക്ടറാണ്? നമ്മളിപ്പോ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് ചാൻസ് ചോദിക്കും, എനിക്ക് ഇങ്ങനെ സിനിമ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ചോദിക്കുന്ന ആളാണോ? ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. അതൊരു കുഴപ്പമാണ്. അത് കുഴപ്പമായിരിക്കാം, കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര, നമ്മൾ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെ ബുദ്ധിമുട്ടാവോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ സ്വപ്നങ്ങൾ എന്താണെങ്കിലും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കട്ടെ, ഇഷ്ടംപോലെ വർക്ക് കിട്ടട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.